ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇന്ന് ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഈ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പലരും പറയും കുക്കറിൽ കറി വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അത് കുക്കറിൽ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കറി വെച്ചെടുത്താൽ നമുക്ക് കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഇങ്ങനെയാണ് ഈ കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫ് ആദ്യം തന്നെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ തയ്യാറാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഓർ മീറ്റ് മസാല, പിന്നെ സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. സബോളയും തക്കാളിയൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. അത് ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ചതയ്ക്കുന്ന ചെറിയ കുഴയിലിട്ടിട്ടോ നമുക്ക് ചതച്ചെടുക്കാം. അതേപോലെ തന്നെ പച്ചമുളക് നമ്മൾക്ക് നീളത്തിൽ കീറിയെടുക്കണം. നമുക്ക് റൗണ്ട് ഷേപ്പിൽ കീറിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് നീളത്തിൽ കീറിയെടുക്കുന്നതാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ചതച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കുക്കർ സ്റ്റവിൽ വെച്ചിട്ട് നമുക്ക് അതിലൊരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം സബോള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സബോള നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും ഈ ബീഫിലേക്ക് ആവശ്യമുള്ളത് 3/4 ടീസ്പൂൺ ഉപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനത് ഇട്ട് കൊടുത്തു. അപ്പോൾ സബോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ സബോള ഇട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതൊന്ന് വാടി വരുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ആദ്യം തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേഗം നമുക്ക് മൂത്തിട്ട് നമുക്കത് ചിലപ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂണ്. അപ്പോൾ മുളക് പൊടിയുടെ ഇരട്ടി മല്ലിപ്പൊടി എടുക്കുക. ശരിക്കും 1 കിലോ ബീഫിൽക്കാണെങ്കിലും മട്ടൺ ചിക്കനൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് എപ്പോഴും അതാണ് കറക്റ്റ് അളവ്. മുളക് പൊടി 1 ടീസ്പൂണും മല്ലിപ്പൊടി 2 ടീസ്പൂണും. പിന്നെ ഗരം മസാല ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കരിയാണ്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് ഒരു കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമുക്ക് ഒരു ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അഥവാ നിങ്ങൾ അളന്നിട്ടാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 200 ml വെള്ളം നമുക്ക് അളന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ബീഫ് ഒന്ന് നികന്ന് നിൽക്കാൻ മാത്രമുള്ള വെള്ളം ആവശ്യമുള്ളൂ. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അതിനുശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ആദ്യത്തെ 2 വിസിൽ നമ്മൾ വരുത്തുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ നേരത്ത് വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു വിസിലും കൂടിയും വരുത്തുക ലാസ്റ്റ്. അതിനുശേഷം നമുക്ക് കുക്കർ ഓഫാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. നമ്മളിപ്പോൾ കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ 2 പിടി തേങ്ങ ചിരവിയത്, അരമുറി തേങ്ങയുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വേപ്പില, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, 2 വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയും കൂടിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കാരണം കോക്കനട്ട് ഇതിൽ അധികം ഇടരുത്. അധികം ഇട്ട് കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല, കറി വല്ലാണ്ട് കുറുകിയിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം എടുക്കുക തേങ്ങ. അത് നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അടിഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബീഫ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏകദേശം അരമണിക്കൂറോളം ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ബീഫ് തയ്യാറാക്കി കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ബീഫ്. അതിലേക്ക് നമ്മളിപ്പോൾ ഈ തേങ്ങ അടിച്ചതും കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബീഫ് വേവിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നന്നായി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കുറുകിയ നല്ല കളർ ചേഞ്ചൊക്കെ വന്നിട്ടുള്ള ഒരു ബീഫ് കറി നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ബിസിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ലോ ഫ്ലെയിമിൽ ഇടാണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 5-6 വിസിൽ വരുത്തിയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യത്തെ 2 വിസിൽ വരുത്തിയിട്ട് ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയിട്ട് പിന്നെയും ഹൈ ഫ്ലെയിമിൽ വരുത്തി വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ്.